ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന ഒരാളാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പോലും ഈ വ്യക്തിക്ക് അറിയാം. സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ പറയാം. മെന്റലിസ്റ്റ് അനന്തുവിനോടാണ് ചോദ്യമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനത് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ ചീത്തവിളിയൊക്കെ കിട്ടിയതേ. ഞാനതിന് ആ കോൺസെപ്റ്റിനോട് ഞാൻ അതിന് എതിരാണ്. പറ്റില്ല. നിമിഷ ഭയങ്കര കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ നിമിഷ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഞാനിതെല്ലാം ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിഷയം എന്താണെന്നറിയോ, ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നാഗവല്ലി പോലെ അത് നിമിഷം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഓറയാണ്. താങ്ക് യു ഫോർ മെയിൻറ്റെയിനിങ് ദ ഷാർപ്പ്. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഹായ്, ഹലോ, വെൽക്കം ടു ഫൺ മിസ്റ്റർ. ദിസ് ഈസ് നിമിഷ റാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന ഒരാളാണ്. സ്വാഗതം ചെയ്യാം, അനന്തു. ഹായ്, താങ്ക് യു. സുഖമായിരിക്കുന്നു? സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, ആക്ച്വലി ഞാൻ എന്താ നെക്സ്റ്റ് പറയാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കായിരുന്നു അതായിരിക്കും അടുത്ത ചോദ്യം ഒന്നും. ഓക്കെ, എന്നാൽ ഞാനും വിചാരിച്ചിരുന്നു എന്നോട് തിരിച്ചത് ചോദിക്കുന്നു. ടാലി. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇൻഡ്യൂഷൻ ആയിട്ട് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഞാനിന്ന് ബ്ലാക്ക് ആണ് ഇടുക എന്ന് അനന്തുവിന് അറിയാമായിരുന്നോ? ആക്ച്വലി ഞാനിന്ന് വൈറ്റ് ആണ് ഇടുന്നതെന്ന് എനിക്കറിയായിരുന്നു. അത് മാത്രമേ അല്ല, അതൊരു ഇൻഡ്യൂഷൻ പോലെ സംഭവിച്ചു. അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പറയാറുണ്ട് ഈ മെന്റലിസം അല്ലെങ്കിൽ മൈൻഡ് റീഡിങ്, ഇറ്റ്സ് ഓൾ വിത്ത് ഒബ്സർവേഷൻ അല്ലേ? എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്സർവേഷനിലാണെന്ന് പറയാം. എല്ലാം ഉണ്ട്. ഒബ്സർവേഷൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട്. മാജിക്കിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ഒബ്സർവേഷൻ ഉണ്ട്, ലിപ് റീഡിങ് ഉണ്ട്, ഇപ്പോൾ നോക്കുമായിരുന്നു. അങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഒരാളെ ഫിംഗർ ഫിഡ്ജറ്റിംഗ് ചെയ്തു എന്ന് തോന്നുന്നു, കൈ കൊണ്ട് ഇങ്ങനെ ഒരു നേരത്തെ. അത് ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട്. ബോഡി ലാംഗ്വേജ് അനാലിസിന്റെ അതിന്റെ ഒരു ടെക്സ്റ്റിൽ അങ്ങനെ കുറെ റീസണിങ് ഉണ്ട്. ചിലപ്പോൾ മാനറിസം ആയിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇപ്പൊ ബ്ലിങ്ക് റേറ്റ് ഒന്ന് വന്നു അതൊക്കെ നോക്കും. അപ്പോൾ ഇനീഷ്യലി ഒരാളെ കാണുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യും. എസ്പെഷ്യലി ഒരുപാട് ഷോസും കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് ആരെയാണ് എപ്പോഴാണ് കയറി വരിക എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരാം. എൻട്രി ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് ഒരാളെ വിളിക്കും, ചിലപ്പം ഒരാൾ പറയാണ് എന്നെ വിളിക്കൂ എന്ന് പറയാ. അപ്പൊ നമുക്ക് എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. സോ സ്റ്റേജിലെ കാര്യമാണോ? അതെ, സ്റ്റേജിലെ കാര്യം. സ്റ്റേജിൽ ആക്ച്വലി നമുക്ക് എന്തെങ്കിലും എറിഞ്ഞു കൊടുത്തിട്ട് അത് കിട്ടുന്ന ആളായിരിക്കും വരുന്നത്. അപ്പം അത്രയും റാൻഡം ആയിട്ട് വരുന്ന പരിപാടി. അപ്പം അതിൻ്റെ അകത്ത് ചലഞ്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാവാം. ഡിപ്പെൻസ്, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാം ഒബ്സർവ് ചെയ്യും. ഇപ്പം ഇനീഷ്യലി ഒരാളെ കാണുന്ന സമയത്ത് എന്തൊക്കെ ഒബ്സർവ് ചെയ്യും നമ്മൾ? നോർമലി ഈ പറയുന്ന ലിപ് റീഡിംഗ് എന്ന് പറഞ്ഞു, ബ്ലിങ്ക് റേറ്റ് എന്ന് പറഞ്ഞു, ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി അതൊരു മൈൻഡ് റീഡിംഗ് അല്ല. അത് അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പറഞ്ഞിട്ടുള്ളത് ഒരുപാട്. ഇപ്പോൾ പാറ്റേൺസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ, ഞാൻ ഈ പറഞ്ഞ ബേസ് ലൈൻസ് ഒക്കെ വെച്ചിട്ട്. അല്ലാതെ മൈൻഡ് റീഡിങ് ഒരാളുടെ മനസ്സിൽ അയാൾ എന്ത് ചിന്തിക്കും എന്നുള്ളത് നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാനൊന്നും പോസിബിൾ അല്ല ആക്ച്വലി. ഓക്കെ, ഓരോ ആൾക്കാരെയും ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ? നമ്മൾക്ക് ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്തൊക്കെ പറയും എല്ലാവരെയും പെട്ടെന്ന് ഹിപ്നോട്ടൈസ്ഡ് ആവത്തില്ല, ചെയ്യാൻ പറ്റില്ല. സജസ്റ്റിബിലിറ്റി അനുസരിച്ച് മാറും. ചില ആൾക്കാർക്ക് കോൺസെൻട്രേഷൻ കാണത്തില്ല, അവർ ഹിപ്നോട്ടിക് സ്റ്റേജിലോട്ട് പോകാൻ പോലും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോഴിങ്ങനെ എല്ലാവരുടെയും കേസിൽ നമ്മൾക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോഴെങ്ങനെയാ ഇൻഡിവിജ്വൽസിനെ അനുസരിച്ച് മാറും അത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യത്തില്ലേ സ്റ്റേജ് ഷോയിലൊക്കെ? ചൂസ് ചെയ്യുന്ന സമയത്ത് അനന്തുവിന് മനസ്സിലാകുമല്ലോ, ഓക്കെ ബെറ്റർ ഈ പേഴ്സണെ കോൾ ചെയ്യുന്നതായിരിക്കും. അത് ഒബ്സർവ് ചെയ്തിട്ടാണോ വിളിക്കുക? അതൊരു കൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡിന്റെ പരിപാടിയാണ്. പിന്നെ എക്സ്പീരിയൻസിൻ്റെതായിട്ടുള്ള ഒരു, അതായത് അവർ വരുന്ന സമയത്ത്, സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്കൊരു പരിധി വരെ ഒഫൻസീവായിട്ട് വരുന്ന ആളാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണ് ഒരു പരിധി വരെ കിട്ടും. അപ്പോൾ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറക്കി വിടുന്നത് മോശമാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറയുന്നില്ല. അപ്പോൾ ഒരാളിനെ വിളിച്ച് ചിലപ്പോൾ ഭയങ്കര സബ്റ്റിലായിട്ടുള്ള ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. ഡിപ്പെൻസ്. ഇപ്പോൾ ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്.
ഈ സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ പറയാം അല്ലേ? ശരിക്കും അങ്ങനെയുണ്ടോ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ? മെന്റലിസ്റ്റ് അനന്തുവിനോടാണ് ചോദ്യമെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. സാധാരണ അനന്തുവിനോടാണ് ചോദ്യമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇപ്പൊ തിങ്കിങ് റേറ്റ് ഡിഫറെന്റ് ഉണ്ടാവില്ലേ? ഒരു ആൺകുട്ടി ഒരു സമയം ചിന്തിക്കുന്നതും പെൺകുട്ടി ചിന്തിക്കുന്നതും തോട്ട്സ് ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് പോലെ തന്നെ തോട്ട് പാറ്റേൺസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഈ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ കാര്യം ചിന്തിക്കുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ലാതെ. അപ്പൊ അനന്തൂന് അത് ഒരാളെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഒരു പരിധി വരെയൊക്കെ. അതായത് നമ്മൾ ഫസ്റ്റ് നേരത്തെ ചോദിച്ചില്ലേ എന്താ ആദ്യം ഒബ്സർവ് ചെയ്യാന്ന്, ഞാൻ ചിരി ഒബ്സർവ് ചെയ്യും കേട്ടോ. അത് ജെന്യൂൻ സ്മൈലാണോ ഫേക്ക് സ്മൈലാണോ എന്നുള്ളൊരു സാധനമില്ല. അപ്പൊ അതിന് ഈ മസിൽസിന്റെ ഒരു ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്യാൻ പറ്റും. ഇതിന്റെ എല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ. അപ്പൊ ഇത് വളരെ എനിക്ക് തോന്നുന്നു 15 years ആയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 2009 മാജിക്, എന്നിട്ട് അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്ത് വന്നത്? രാവിലെ എഴുന്നേറ്റ് ഓരോ ആൾക്കാർ അല്ല, എങ്ങനെയായിരുന്നു? എനിക്ക് ജസ്റ്റ് അറിയാനുള്ള ആകാംക്ഷയല്ലേ. മനസ്സിലായി. അതെന്താന്ന് വെച്ചാല് ആൾക്കാരെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് ആക്ച്വലി ബേസിക്കലി. അപ്പം അതിന് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. വീട്ടിൽ തന്നെ രാവിലെ എണീക്കുമ്പം നമ്മുടെ അമ്മയോ ചേട്ടനോ ചേച്ചിയൊക്കെ സംസാരിക്കുന്ന പാറ്റേൺസ് നമുക്ക് ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരൊരു കാര്യം ഭയങ്കരമായിട്ട് ഇപ്പോൾ രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊരു സൺഡേ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് അത് മാറും. അപ്പോൾ ഇങ്ങനെ ഇനിഷ്യൽ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി ലൈഫ് റൊട്ടീൻസിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ മാജിക്കിന്റെ ഒരു വേറെ ഡിഫറെന്റ് തലമാണല്ലോ അപ്ഡേറ്റഡ് വേർഷൻ. അപ്പൊ ഇനീഷ്യലി മാജിക്കിൽ നിന്നായിരുന്നോ തുടങ്ങിയത്? മാജിക്കിൽ. ഓക്കെ. ഈ മെന്റലിസം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇതൊരു പറ്റിക്കൽ പരിപാടിയാണ് എന്നൊരു ടൈമിൽ ഇനീഷ്യലി എല്ലാവരും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. അത് സ്റ്റേജിൽ പണ്ടേ നമ്മളിപ്പോൾ ഇത് ഈ ആർട്ട് ഇത്ര ജനകീയമാവുന്നതിന് മുമ്പ് വരെയൊക്കെ ആ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാര്യം ഞാൻ പെർഫോം ചെയ്ത് തുടങ്ങിയ സമയത്തൊന്നും മെന്റലിസം എന്ന് പറയുന്ന ആർട്ട് അത്ര പോപ്പുലർ അല്ല കേരളത്തിൽ. അപ്പോൾ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ജേണി ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പതിയെ ഒരു ആർട്ടായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതെല്ലാം മാറി. പിന്നെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 2-2.5 മണിക്കൂർ ഒരുപാട് ഇമോഷൻസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡെയിലി ലൈഫ് റൊട്ടീൻസുള്ള ആൾക്കാരെ ഒരു പെർട്ടിക്കുലർ ഒരു തിയേറ്ററിൽ കേന്ദ്രീകരിച്ച് അവരെ കൊണ്ടിരുത്തിയിട്ട് അവരൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ഒരു ഭയങ്കര ഒരു വേറൊരു ലോകത്തെത്തിയുള്ള ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കൊടുക്കുക. അത് അവർക്ക് ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ മെമ്മറീസ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ, ശരിക്കും ഈ മെന്റലിസം ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 1-2 years ബാക്ക് എല്ലാവരും മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടു കഴിയുമ്പോൾ എനിക്കത് കണ്ടിരിക്കാൻ പറ്റാറില്ല വീഡിയോ മൊത്തത്തിൽ. അത് ബിക്കോസ് ഇപ്പം എനിക്കൊക്കെ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ പിന്നെ ആ ടൈമിലോട്ട് പോകാനേ താല്പര്യമില്ല. ബിക്കോസ് ആ മെമ്മറി റീകളക്ട് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞായിരിക്കും, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പോലും വരത്തില്ല. പക്ഷെ ശരിക്കും അതൊക്കെ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ ചീത്തവിളിയൊക്കെ കിട്ടിയതേ. ഞാനതിന് ആ കോൺസെപ്റ്റിനോട് ഞാൻ അതിന് എതിരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് അത് കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആക്ച്വലി അതിൻ്റെ ഒരു ബേസിക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു കൈൻഡ് ഓഫ് ഒരു കൂടുതൽ റിവീൽ ചെയ്ത നാളെ തൊട്ട് ഇനി അത്. അപ്പം പക്ഷെ അത് പ്രൊഫഷണലി ക്ലിനിക്കൽ ലൈക്ക് ഹിപ്നോതെറാപ്പി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ അത് ചെയ്യുമ്പോഴത്തേക്കും അവർ കൂടുതലായിട്ട് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും നോക്കാതെ ചെയ്തു തുടങ്ങി ഒരു ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞാനതിന് ശക്തമായിട്ട് എതിർത്തു. അപ്പോൾ എതിർത്ത സമയത്ത് കുറേ ബാക്ക് ഫെയർസ് ഉണ്ടായി. അപ്പോൾ ഞാനതിന് പേഴ്സണലി എതിരാണ്. കാര്യം അത് ഒരുപാട് ട്രോമാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ എക്സാക്ട് പോയിന്റ് ആണ്. മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർക്കാം, നമുക്ക് അവരുടെ മെമ്മറീസ് ഇങ്ങനെ നല്ല ഓർമ്മകൾ നമുക്ക് മനസ്സിലിങ്ങനെ ഓർക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിൽ ആ ഒരു ആളിനെ പിന്നെയും കാണുന്നു, അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമ്മളെ വിട്ടുപോയി. ഇവൻ ഒരു ലൈനൊക്കെ ബ്രേക്കപ്പ് ആയി അവരെ പോലും നമ്മൾ സ്വപ്നത്തിൽ കണ്ട രാവിലെ എഴുന്നേറ്റ് നോക്കും, പക്ഷെ അത് കാണണ്ടായിരുന്നു വീണ്ടും. അല്ലെ, ആ മെമ്മറീസ് എക്സാക്ട്ലി അവരുള്ളത് പോലെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ആക്ച്വലി ഇപ്പം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ അച്ഛനെയോ അമ്മയൊക്കെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഇങ്ങനത്തുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും അവർ ആഗ്രഹിക്കും എനിക്കും കാണാൻ പറ്റും, എനിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ലൈക്ക് അങ്ങനെ ഒരു ഇമോഷൻസിനെയാണ് ആക്ച്വലി അതൊരു കച്ചവടം പോലെ ആക്കി റീസെൻ്റ് ആയിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായത്.
അപ്പോൾ അത് എനിക്ക് പേഴ്സണലി കേരളത്തിലുള്ള പല സൈക്കോളജിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പരാതികൾ പോയി ഇതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഇപ്പം ശരിക്കും ഈ ക്ലിനിക്കൽ അല്ലേ ഹിപ്നോട്ടിസം, അതിലൂടെയാണ് നമ്മൾ ഒരാളെ ഇവർ ചെയ്യുന്ന സ്റ്റേജ് ഹിപ്നോസിസ് ആണ് അത്. പക്ഷെ നമ്മൾ ഈ ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിൽ എത്താൻ ഈ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണ്ടേ? അല്ലാതെ നിങ്ങൾക്കൊരു 1-2 മിനിറ്റ്സ് അതെന്താന്ന് വെച്ചാൽ ആ വീഡിയോയുടെ ക്ലൈമാക്സ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇതിന് ഒരു പ്രീ പാർട്ട് ഉണ്ട്. അതൊക്കെ ഉണ്ടല്ലോ. നോർമൽ ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നത് പോലെ കൗണ്ടിങ് ഒക്കെ ചെയ്തിട്ട് അവർ ആ സ്റ്റേജിലോട്ട് എത്തിയിട്ട് നമ്മളൊരു ഫൈനൽ വേർഷൻ മാത്രമായിരിക്കും കാണുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോയിൽ പുറത്ത് കാണുന്നത് ജസ്റ്റ് ഒരു ക്ലിക്കിൽ ആള് സ്ലീപ്പ് ചെയ്യുന്നു, ജസ്റ്റ് ആ സജഷൻ കൊടുക്കുന്നു. എന്നെ സീരിയസ്ലി എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് വേറെ നെയിം സജസ്റ്റ് ചെയ്യുന്നില്ല, വൺ ഓഫ് ദ മെന്റലിസ്റ്റ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന നിമിഷ ഭയങ്കര കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയ ശരിയാണെന്നുണ്ടെങ്കിൽ നിമിഷ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. നേരത്തെ ചോദിച്ചില്ല ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നിമിഷ കണ്ടു, ഹാൻഡ് ഷേക്ക് ചെയ്തു, ഹഗ് ചെയ്തു. ഹാൻഡ് ഷേക്കിൽ നിന്ന് തുടങ്ങി. ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ശ്രമിച്ചാണ്. അതായത് ഓരോ ആൾക്കാരുടെ ഹാൻഡ് ഷേക്കിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ച ഇന്റർവ്യൂ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലൈക്ക് നിമിഷയോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സങ്കടങ്ങൾ പറയാൻ നിമിഷയോട് അപ്രോച്ച് ചെയ്യുന്ന, ലൈക്ക് നിമിഷ കുറെ ആൾക്കാർക്ക് ഒരു തണലാവുന്ന ഒരു പക്ഷേ അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഈ നിമിഷയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു 80-90% കാര്യങ്ങളും പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും ആക്ച്വലി ഒരു ഹാപ്പനിങ് പോലെ സംഭവിച്ചു പോയിട്ടുള്ള കുറേ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി ഒരു കോൺവെർസേഷനിൽ നിന്ന്. യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് യാത്രകൾ ഒരു ടൂറിസം അല്ല, ലൈക്ക് അതിൻ്റെ അകത്തുള്ളൊരു സോൾ ഉണ്ട്. ഓരോ യാത്രകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെയും അതിനെയൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഭയങ്കര ലൈക്ക് ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണക്ട് ആവുന്ന ആളായിരിക്കും, പക്ഷേ വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് ഭയങ്കര ഒരു ട്രസ്റ്റ് പരിപാടി കീപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് വളരെ ബേസിക്കായിട്ട് കോമൺ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് നിമിഷയുടെ ആ ഒരു ഹാൻഡ് ഷേക്കിൽ നിന്ന് നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, കം ടു ദ പോയിന്റ്, നിമിഷ പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ലൈക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത്യാവശ്യം ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ നോളജൊക്കെ ഉള്ള അങ്ങനെ ഒരാളാണ്. അപ്പം പെട്ടെന്നൊരു അങ്ങനെ ഒരാൾക്കും അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഹിപ്നോസിസ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴേ എനിക്കത് മനസ്സിലായി, അത് ഹിപ്നോസിസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്ന്. അതെ, എനിക്ക് ആക്ച്വലി ക്ലിനിക്കൽ ഹിപ്നോട്ടിസം പോലും ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഭയങ്കര ബ്രേക്കപ്പ് സ്റ്റേജിലൊക്കെ വരുന്ന ടൈമിൽ എനിക്ക് സജഷനൊക്കെ തരേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി സജഷൻ ഒരാളുടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ പർട്ടിക്കുലർ വ്യക്തിയോടുള്ള ഇപ്പം ആ പർട്ടിക്കുലർ വ്യക്തിയോട് കണക്റ്റഡ് അല്ല. സോ ആള് പറഞ്ഞിരിക്കുന്ന ആ സജഷൻ എന്നും മൈൻഡിൽ കിടക്കും എന്നാണ്. അപ്പോൾ ഒരു കണക്കിന് നമ്മളിപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മളാകുന്നു എന്ന് പറഞ്ഞ പോലെ ആ സജഷൻ എന്താണെന്നൊരു പാർട്ടെങ്കിലും എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്, ബാക്കി എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടായിരിക്കില്ലേ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചിന്തിച്ച് ഇതെല്ലാം ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിഷയം എന്താണെന്നറിയോ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുവിധ ഇഷ്യൂ ഒന്ന് തണുത്തിരിക്കുക, നമ്മൾ ഇനി മനസ്സിലായി. അതായത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത്. കാര്യം ഇത് പല രാജ്യങ്ങളിലും ഇത് ബാൻഡാണ്. ഞാൻ ആക്ച്വലി യൂറോപ്പിലും എല്ലായിടത്തും നമ്മൾ ഷോ ആയിട്ട് പോകുന്ന, അപ്പോൾ പലയിടത്തും എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള കുറേ പെർഫോമേഴ്സ് ഉണ്ട്, ഇന്റർനാഷണലി വെൽ നോൺ ആയിട്ടുള്ള കുറേ ഹിപ്നോട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, പാനൽ ഡിബേറ്റ്സ് വെക്കാറുണ്ട്. അപ്പോൾ അവർ പറയും അവരുടെ കൺട്രിയിൽ ഇത് ബാൻഡാണ്, അവർ ഒരുപാട് പെർമിഷൻ ഒക്കെ എടുത്ത് ഒരുപാട് ലൈസൻസ്ഡ് ഒക്കെ ആയിട്ട് മാത്രമേ അവർക്ക് പോലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വലുതായിട്ടില്ല ഇതൊരു ആർട്ടായിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര കോമൺ ആയിട്ട് വീഡിയോസ് വരുന്നത്. ഒരു പോയിന്റിൽ ഒരു ഗവൺമെന്റിൽ ഭയങ്കര ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബാൻഡ് ആവും. അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ അഫർമേഷൻ ആയിട്ടും അല്ലെങ്കിൽ അതിനെ ഒരു ഗുഡ് സെൻസ് ഓഫ് ഹിപ്നോസിസ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷെ അതിനെ എല്ലാം അങ്ങനെയാണ്, അധികമായ അമൃതം വിശ്വം. അതെ, എക്സാക്ട്ലി. പക്ഷെ നമ്മുടെ മനസ്സിന് ഏതാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഈ സജഷൻ ആണെങ്കിൽ പോലും എല്ലാവരും ഇതിൽ കോൺട്രവേഴ്സി ഇതായിരിക്കും വരുന്നത്. നമ്മൾ ഈ പാരസെറ്റമോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയും നമുക്കൊരു അതിനൊരു ഗുണം ഉണ്ടായിരിക്കും, അതേപോലെ സൈഡ് എഫക്റ്റും ഉണ്ടാവും.
ശരിക്കും ഈ പാരസിറ്റമോൾ ആന്റിബയോട്ടിക്സ് എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ നമുക്കൊരു സജഷൻ തരുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ബാക്കി സൈഡ് എഫക്ട്സ് കാണാം. അത് മെന്റലി തന്നെ ആയിരിക്കും. ഇപ്പോഴൊരു സജഷൻ ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് ഇപ്പോൾ വരുമ്പോഴും ഓരോ ഫ്രണ്ട്ഷിപ്പ് വരുമ്പോഴും പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വന്നു കഴിഞ്ഞ് അപ്പം തന്നെ പേടിയോ ഇത് വിട്ടു പോകുമോ അല്ലെങ്കിൽ ഈ കമ്പനി കട്ടായി പോകുമോ, അപ്പോൾ ആര് വന്നാലും പോയാലും കുഴപ്പമില്ല എന്നൊരു സജഷനാണ് ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അത് ആ മൈൻഡ് എടുക്കുന്നത് പോലെ ഇരിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരാളുടെ മാനവിക നന്മയ്ക്ക് ലൈക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്നെസ്സിന് നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ അത് ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അത് വിഷയം. ഇത് നല്ലൊരു കാര്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ മൈൻഡ് എടുക്കുന്നതൊന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻഡിനല്ലേ അറിയത്തുള്ളൂ ഇപ്പുറത്തെ ആൾ ആ ഒരു സജഷനാണ് കൊടുക്കുന്നത്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് നല്ലവണ്ണം വരണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ലതായിട്ട് വണ്ണം വെച്ചു എന്ന് പറയുന്ന പോലെ അതാണ് എക്സാക്ട്ലി നിമിഷം പറഞ്ഞ പോയിന്റ്. അതാണ് കറക്റ്റാണ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ഈ ഒരു പർട്ടിക്കുലർ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ മൈൻഡ് സത്യം പറഞ്ഞാൽ തന്നിട്ട് അത് എടുക്കുന്നവർ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ബൈ പറഞ്ഞു പോകുമ്പോഴും ഭയങ്കര ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്ഥലമുണ്ടല്ലോ, അപ്പോഴാണ് അയ്യോ പോയി കഴിഞ്ഞിട്ടുള്ള വിഷമങ്ങൾ. അറ്റാച്ച്മെന്റ്സ് അങ്ങനെയാണല്ലോ, നമ്മളൊരാളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ആക്ച്വലി അയാളെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ, ലൈഫ് ലോങ് അയാൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഗസ്റ്റ് റോൾസ് ആണ്. ഒന്നിനെ അങ്ങനെ നമുക്കൊരു പെർമനന്റ് ആയിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. ഒരു പോയിന്റിൽ പോകേണ്ടവർ പോകും. അത് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. അത് പെയിൻഫുൾ ആണ്, പക്ഷെ നമ്മൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ വൈ കാൻ ബി യൂസ് നമ്മൾ പലരും ബ്രേക്കപ്പ് ആകുമ്പോൾ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓരോ ആൾക്കാരുടെ മെന്റൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് അവർക്ക് നമ്മൾക്ക് ഇതുപോലെ അവരുടെ മൈൻഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഒരു മെഡിക്കൽ സയൻസിൽ തന്നെ എന്തുകൊണ്ട് മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ലീഗലി യൂസ് ചെയ്യാൻ പാടില്ല? മെന്റലിസം ഞാൻ എപ്പോഴും പറയുന്നത്, മെന്റലിസത്തിന് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കൺസൾട്ടിങ് കൈൻഡ് ഓഫ് പരിപാടിയൊന്നുമില്ല. ഇതൊരു ആർട്ട് മാത്രമാണ്, ഇത് പ്യൂർലി ഒരു ആർട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ചില ഭ്രാന്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജും പരിപാടിയൊക്കെ നോക്കുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു മെന്റലിസം അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെർഫോമൻസ് ആർട്ടായിട്ട് മാത്രമേ ഇത് പഠിപ്പിക്കുള്ളൂ. അല്ലാതെ ഒരു മെന്റലിസം മാത്രം പഠിച്ച ഒരാൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കൺസൾട്ടേഷൻ, സൈക്കോളജി പരിപാടി ഇതൊന്നും ചെയ്യാൻ അർഹതയില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾ വന്ന് വിഷമം പറയുന്ന സമയത്ത് വിഷമം കേൾക്കാൻ മെന്റലിസ്റ്റ് ആവണം, സൈക്കോളജിസ്റ്റ് ആവണം എന്നൊന്നുമില്ല. അത് നമുക്ക് എല്ലാ മനുഷ്യർക്കും കേൾക്കാന്നുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യാം. ഓക്കെ. ഇപ്പം ഈ സ്റ്റേജ് ഷോയുടെ സമയത്ത് ചില ആൾക്കാർ ഭയങ്കര ഡിഫെൻസീവ്, ഇപ്പം വരുമ്പോൾ തന്നെ അവരെന്താ എന്നുള്ളത് അറിയാൻ പാടില്ല, ഈ തോൽപ്പിക്കാം എന്നുള്ള ഒരു ഉറച്ച ഇതിൽ വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ആൾക്കാരെ എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉറപ്പിച്ച് നമ്മൾ ഉള്ളിൽ തുറന്ന് പറയില്ല, എന്ത് ചോദിച്ചാലും കള്ളേ പറയുള്ളൂ. ഇപ്പം മൈൻഡിൽ ഒരാൾ ആലോചിക്കാൻ പറയും, ഇയാൾ ട്വിസ്റ്റ് ചെയ്യാണ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഇപ്പം ഓരോ വെന്യൂസിലും പല രീതിയിലുള്ള ആൾക്കാർ വരുമല്ലോ. അപ്പം ഒരാൾ വന്നിട്ട് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി എഴുതി വെച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ആ ഇൻഫോർമേഷൻ നോർമലി പ്രൊസീജിയർ ഇങ്ങനെയാണ്, അദ്ദേഹം ആ ഇൻഫോർമേഷൻ മൈക്കിൽ ആൾക്കാരോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കത്ത് പോലെ ഒരു ലെറ്റർ പോലെ എഴുതി വെച്ചിരുന്നൊരു സാധനം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. അദ്ദേഹം അത് പറയണ്ട, അത് ഓഡിയൻസിനോട് പറയണ്ട, ആദ്യം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആ സർപ്രൈസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് റിവേഴ്സ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാതെ ഞാൻ എഴുതി വെച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വായിക്കാൻ കൊടുത്തു. അപ്പം അതായിരുന്നു ഒരു 90% ഞാനൊന്നും ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇച്ചിരി ഇതായി, അതല്ല എന്നിങ്ങനെ ആർഗ്യൂ ചെയ്തു. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ആ ഷോ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് ഉണ്ട്, അത് വളരെ ഫണ്ണി ആയിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ട് കഴിഞ്ഞ് അതിൻ്റെ എൻഡ് കാർഡിൽ ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു സംഭവം സംഭവിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിരുന്ന ഇൻഫോർമേഷൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ആൾക്കാർ കേട്ടാൽ ചിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഓക്വേർഡ്നെസ് അല്ലെങ്കിൽ ആൻഷ്യസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അതിനെ റിജക്റ്റ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിനെ പേഴ്സണലി ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു രഹസ്യം പറയും പോലെ ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ടിട്ട് പുള്ളി എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മളെ എതിർക്കുന്ന ആളെ അതിശക്തമായിട്ട് എതിർക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാനാക്കി വരാൻ പറ്റും. അത് എല്ലായിടത്തും എപ്പോഴും സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിന് അത് റിലേറ്റബിൾ ആയി. അത് ചെവിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൈക്ക് ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇത് ഓർക്കാനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1.5 വർഷമാവും സംഭവിച്ചിട്ട്. ഇന്നും അദ്ദേഹം എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു സൗഹൃദം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തത്. മനസ്സിലായി. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവാറുണ്ട്. അതെ, ഇപ്പം പലരും ഇതിനെ എതിർക്കുക എന്ന് പറയുമ്പം ഇത് ജ്യോതിഷവും അല്ലെങ്കിൽ കണിയന്മാരെ നോക്കുന്നതിൽ എന്ത് ഡിഫറൻസ് ആണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഇതൊക്കെ പഠിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോഴും ഇത് ജ്യോതിഷന്മാർ നോക്കുന്നു കൈ നോക്കി പറയുന്ന ആൾക്കാരും പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ, ഇതിന്റെ ഒരു വേർഷൻ തന്നെയല്ലേ. ഇപ്പൊ മെന്റലിസം ഇപ്പൊ അവർക്കും ഒരു മൈൻഡ് റീഡിങ് ഉണ്ടായിരിക്കാം, നമുക്കറിയാം. മുഴുവൻ എഴുതിയതുപോലെയല്ലേ നമ്മുടെ മുഖത്ത്. എന്തായാലും ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകുന്ന ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ചെല്ലുക. അപ്പൊ അത് നോക്കി ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. മെന്റലിസം ഇതും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ മെന്റലിസത്തിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന എന്റെ ഒരു പാറ്റേണിനെ കുറിച്ച് പറയാം. മെന്റലിസം ഇതുപോലെ ഈ പറഞ്ഞ പോലെ കോൾ റീഡിങ്ങും ഈ പറഞ്ഞ കോൾ റീഡിങ് തന്നെയാണ് പാമിസ്ട്രിയിൽ കുറെ ഹസ്തരേഖാശാസ്ത്രത്തിൽ കുറെ കോൾ റീഡിങ്ങിന്റെ നമ്മൾ മെന്റലിസത്തിൽ യൂസ് ചെയ്യുന്ന കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ പേഴ്സണലി മെന്റലിസത്തെ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ അതിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി എൻ്റെർലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി മെന്റലിസത്തിനെക്കാട്ടിലും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഹ്യൂമൻ കണക്ഷൻസ്, ഹ്യൂമൻ ഇമോഷൻസ്. ഞാൻ സൈക്കോളജി കോഴ്സ് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ ഒരു ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്തും 4-5 വർഷത്തെ എഫേർട്ടാണ് ആ ഒരു ഷോയുടെ സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോയുടെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ വെറുതെ ഒരു മെന്റലിസം അല്ലെങ്കിൽ മെന്റലിസത്തിൻ്റെ കുറേ എഫക്റ്റുകൾ ആഡ് ചെയ്യാന്നതിലപ്പുറത്തേക്ക് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തത് ആക്ച്വലി ഇമോഷൻസ് വെച്ച് കണക്ട് ചെയ്ത് ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമ കാണുന്ന പോലെ എങ്ങനെ അത് ബിൽഡ് ചെയ്യാം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. അതൊരു മെന്റലിസം വെച്ച് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. മെന്റലിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ 2 രീതിയിലാണെന്നേ ഉള്ളൂ. പക്ഷേ പേഴ്സണലി ഞാൻ ചെയ്യുന്നത് എനിക്കതിനെ മെന്റലിസം അല്ല, എനിക്ക് മെന്റലിസത്തിനെക്കാട്ടിലും എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ മെന്റലിസം എനിക്ക് പിന്നീടേ ഉള്ളൂ ഇപ്പോൾ ഈ ഷോയ്ക്കകത്ത്. മനസ്സിലായി. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഷോയിൽ അവിടെ വരുന്ന ഇത്രയും ആൾക്കാർ കാണത്തില്ല. എനിക്ക് ആ ഷോയിനെ പറ്റിയിട്ട് ഇപ്പം ഒരു സീക്രട്ട് ലെറ്റർ എന്നുള്ള ഷോയിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും അല്ലെ, അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. പക്ഷെ എല്ലാവരും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള എല്ലാവരുടെയും ഓർമ്മകളെ, എല്ലാവരുടെയും ഈ മറ്റേ ഒരു ഷോർട്ട് ഫിലിമിൽ കണ്ടാണ്, ഹൃദയത്തിന്റെ വടക്ക് കിഴക്കേ അറ്റത്ത് തങ്ങി നിൽക്കുന്ന ചില വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. എല്ലാവർക്കും അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ചില മെമ്മറീസ് ഉണ്ടാവും. ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഷോയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്. 2-2.25 മണിക്കൂർ വരുന്ന ഷോയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പലർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇമോഷൻസിന്റെ സ്റ്റഡി ഒരു ഭയങ്കര രസമുള്ളൊരു യാത്ര പോകുന്ന പോലെ. നമ്മുടെ ഷോയിലെ ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ അങ്ങനെയാണ്. ഒരു ടിപ്പിക്കൽ മെന്റലിസം ഷോ കാണുന്ന പോലെ ഇരിക്കണ്ട, നമ്മളെല്ലാവരും കൂടെ ഭയങ്കര രസമുള്ളൊരു യാത്ര പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ എ ഷോ ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകൾ കിട്ടുന്നൊരു യാത്ര. അപ്പോൾ ഇത് ഒരുപാട് പേരെ കുറിച്ച് ഇതൊക്കെ ഒരുപാട് ഓവർ തിങ്കിങ് കാറ്റഗറിയിൽ വരുന്നില്ലേ? കാരണം ഒരുപാട് ചിന്തിക്കണ്ടേ നമ്മളൊരു ഷോ ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനീഷ്യലി ഇത് സീക്രട്ട് ലെറ്റർ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ചലഞ്ചസ് എന്തായിരുന്നു? ഒന്ന്, ഇത്ര വലിയ പ്രൊഡക്ഷനിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഷോ ഇല്ല, മെന്റലിസം ഷോ ഇല്ല. മെന്റലിസം എന്ന് പറയുന്നത് കോമൺലി കണ്ടുവരുന്നത് ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു കുറേ പ്രഡിക്ഷൻ പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നൊരു. അപ്പോൾ മെന്റലിസത്തിൻ്റെ ഒരു ഇലൂഷൻ കൈൻഡ് ഓഫ് ഷോ ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളിത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഞങ്ങൾക്കിത് ഫ്രം ദ സ്ക്രാച്ച് ഒന്നുമില്ല, റെഫറൻസിന് പോലും വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങണം. പിന്നെ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് അമേരിക്കസ് ഗോട്ട് ടാലന്റ് പോലുള്ള കുറച്ച് വെന്യൂസിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഇത് ഇത്ര വലിയ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഒരു ഷോ ഇറക്കി കഴിഞ്ഞാൽ അത് ഗ്ലോബലി അത് നമുക്ക് എത്രത്തോളം നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാര്യം നമ്മളിപ്പോൾ ഇന്ന് UK ഒരു ഷോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആർട്ട് ഡയറക്ടേഴ്സ് അവിടെ എത്തണം. കാര്യം നമുക്ക് ഇത്ര വലിയ ഈ 10 അടി 20 അടിയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ഫ്ലൈറ്റിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ആർട്ട് ഡയറക്ടേഴ്സ്, ഇവരെ ക്രൂ മെമ്പേഴ്സ് എല്ലാം നേരത്തെ ഒരു 10-20 ദിവസം മുമ്പ് അവിടെ ചെന്ന് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ലൈക്ക് നമ്മളൊരു പ്രോപ്പർട്ടി ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് അസംബിൾ ചെയ്യാണ് സാധനങ്ങൾ, വലിയ പ്രോപ്പർട്ടീസൊക്കെ, ഇല്യൂഷൻ പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഈ ക്ലയൻസിന് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം നാട്ടിലെ പോലെയല്ല. അവിടെ ഒരു ചെറിയൊരു പീസ് ഓഫ്
പൈപ്പ് വാങ്ങിച്ചാൽ തന്നെ അവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര വലിയ സ്കെയിലിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇനിഷ്യൽ ചലഞ്ചസ്. അതിപ്പോൾ ഓവർകം ചെയ്തത് ആക്ച്വലി ഷോയിൽ ആൾക്കാർ തന്ന റെസ്പോൺസും ആൾക്കാർ തന്ന സ്നേഹവും അതിനെ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇൻ കേസ് അത് പാളിപ്പോയിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രൊഡക്ഷൻ ലോസ് ആയേനെ, ഇത്രയും വലിയ 5 വർഷത്തെ എഫേർട്സ് എല്ലാം പോയേനെ. കാര്യം ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു ഇതിനു വേണ്ടി. വന്ന ഒരുപാട് ഫ്രണ്ടിൽ വന്ന കുറേ കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ടാണ് ഇതിന് ലൈക്ക് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, ഞാൻ ഒരു 3 വർഷത്തോളം ഞാൻ ഫുള്ളി ഡിസപ്പിയർ ആയിരുന്നു. മറ്റേ അടച്ചിട്ട് ഗോഡൌണിലിരുന്ന് അങ്ങനെ. അപ്പോഴൊക്കെ ഇതൊക്കെ ഇതിനുള്ള ഹാർഡ് വർക്കിലായിരുന്നു. ഇതിനുള്ള പ്രൊഡക്ഷൻ വർക്കിലും ഷോ ഡിസൈനിങ്ങിലും ആയിരുന്നു. ഡയറക്ഷൻ ഞാൻ തന്നെയാണ് ചെയ്ത ഷോയുടെ. അതിന്റെ പരിപാടിയിലായിരുന്നു. ഓക്കെ. അപ്പോൾ അനന്ത് മാനിഫെസ്റ്റേഷനിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? നോട്ട് ഫുള്ളി. ചില കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷനിൽ ഹാർഡ് വർക്കിങ്ങും സ്മാർട്ട് വർക്കിങ്ങും എല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹാപ്പൻ. അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കൈൻഡ് ഓഫ് സാധനം. അല്ല, നമുക്ക് ഞാനിപ്പം നമ്മളൊരു ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെന്നാണല്ലോ മാനിഫെസ്റ്റേഷനിൽ പറയുന്നത് അല്ലേ? നമ്മുടെ ചിന്ത റിയാലിറ്റി ആവുന്നു, അങ്ങനെയും പറയും. ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ KFC ചിക്കൻ എനിക്ക് ഇന്നലെ നടന്നൊരു കാര്യം. എനിക്ക് KFC കഴിക്കണം തോന്നി, അതേ ടൈമിൽ എനിക്ക് നെയ് റോസ്റ്റ് കഴിക്കണം തോന്നി. എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് വന്ന കാര്യമാണ്. ഞാൻ ട്രാവലിങ്ങിലാണ്, തിരിച്ചു വരുമ്പം ഞാനും എൻ്റെ ഫ്രണ്ടും വരാം, നമുക്ക് 2 പേർക്ക് രണ്ടും കഴിക്കണം. അപ്പോൾ ഞാൻ പറയും രണ്ടുള്ളൊരു പ്ലേസ് കാണത്തില്ലോ, അങ്ങനെ കിട്ടിയാൽ നന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പേജ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ പോകുന്ന വഴിക്ക് അടുത്തടുത്ത് വല്ലതും കിട്ടുവാണെങ്കിൽ വല്ല ടൗൺ ഏരിയ നോക്കാം. സത്യം പറഞ്ഞാൽ വളരെ ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ പോയിട്ടില്ല, ഒരു 850 മീറ്റർ എങ്ങാനും പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ KFC, ഇപ്പുറത്ത് അന്നപൂർണ്ണ, എനിക്ക് സേലമാണെന്ന് തോന്നുന്നു, ആ പ്ലേസിൽ രണ്ടും ഒരേ പ്ലേസിൽ കിട്ടി. അതായത് എനിക്ക് ചിന്തയിൽ ഞാനൊക്കെ എന്തെങ്കിലും ആഗ്രഹിച്ചു, കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ കിട്ടാനാ എന്ന് വിചാരിച്ച അപ്പം നടക്കും. അത് ഫസ്റ്റ് വി മസ്റ്റ് ബി ദ ബിഗ്ഗസ്റ്റ് ബിലീവർ. അതിൽ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു ടേമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞ. എൻ്റെ പോയിന്റ് ആക്ച്വലി ഇപ്പോൾ ഒരു ചുവന്ന ഒരു മാരുതി കാർ വാങ്ങിക്കണം ഇന്ന് പ്ലാൻ ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മൊബൈലിലുള്ള ലൈക്ക് ഗൂഗിളിൻ്റെ ഒക്കെ ഓട്ടോ ഡിറ്റക്ഷൻ, ഓഡിയോ കാച്ചിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഫുൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. ഫേസ്ബുക്കിൽ മെറ്റ ആഡ്സ് വരും, ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. ഒരു 15 വർഷം പിന്നിലേക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ പറയുന്ന ഇത്ര ഡെവലപ്ഡ് അല്ലാത്ത ടെക്നിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു 15-20 വർഷം മുമ്പ് ഇന്ന് നമ്മൾ ഈ ഫോണിൽ നിന്നാണ് അത് ക്യാച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ വോയിസ് ഡിറ്റക്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഡിറ്റക്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചുവന്ന കാറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. രാത്രി വെറുതെ വീട്ടിലിരുന്ന് മനസ്സിലാലോചിച്ചു. പിറ്റേ ദിവസം മുതൽ അടുത്തൊരു 4-5 ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കാണുന്നത് ചുവന്ന മാരുതി കാറായിരിക്കും. അതിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമ്മുടെ മനസ്സിൽ ഈ ഒരു ചുവന്ന കാറ് എന്നുള്ളൊരു ചിന്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് മറ്റുള്ള എല്ലാ കാറുകൾ ഇതേപോലെ ചുവന്ന കാറുകൾ എല്ലാ ദിവസവും പോകുന്നുണ്ട്, അതുപോലെ എല്ലാ കാറുകളും പോകുന്നുണ്ട് റോഡിൽ കൂടെ. പക്ഷേ ആ ചിന്ത കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഈ റെഡ് കാറിലേക്ക് നമ്മുടെ കണ്ണ് കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതാവാം. ഒന്ന്. 2, ഇഫ് യു ആർ എ സ്ട്രോങ് ബിലീവർ ഓഫ് മാനിഫെസ്റ്റേഷൻ, അങ്ങനെ വിശ്വസിക്കാം. 2 രീതിയിലുള്ള വിശ്വാസങ്ങളായിട്ട് ഇതൊരു പാറ്റേൺ ആയിട്ടും സംഭവിക്കാം അല്ലേ? ലൈക്ക് നമ്മൾ വിട്ട് കളഞ്ഞ കിട്ടും, ഹാർഡായിട്ട് ചിന്തിച്ചാൽ കിട്ടാതിരിക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊരു ടെമ്പിൾ, എനിക്ക് ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി അറിയത്തില്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ടെമ്പിളിൽ പോയി, തഞ്ചാവൂർ ടെമ്പിൾ. അപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ ഞാനിങ്ങനെ ഖോറയിൽ വായിച്ചു, മിസ്ഫോർച്യൂൺ ആണ്, അവിടെ പോയി കഴിഞ്ഞാൽ ബാഡ് ലക്ക്, എന്താണ് പ്രാർത്ഥിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുമെന്ന്. അപ്പോൾ ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല, എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിൻ്റെ കൂടെ പോയി, അയ്യോ ഇനി എങ്ങാനും ഇവൻ്റെ കൂടെ വന്ന് നാളെ ഇവനോട് ഉടക്കുമോ എന്ന് വിചാരിച്ചു. ഇല്ല, ജസ്റ്റ് ആ ടൈം കറക്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ എൻട്രി ചെയ്ത ആ ടൈമിൻ്റെ ഒരു ഇതായി കഴിഞ്ഞ് ഒരു കാരണമില്ലാതെ അടിയുണ്ടാക്കി. ചിലപ്പോൾ അതെൻ്റെ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ ചിന്തിച്ചത് ഉടക്കമെന്ന് പറയുന്നത് നമുക്ക് നോർമലി ആ ഒരു വിഷ്വലാണ് മനസ്സിൽ വരുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് സംഭവിച്ചായിരിക്കാം. ഇതല്ലേ ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, അതറിഞ്ഞു പോകുമ്പോൾ ഓക്കെ, അതറിയാതെ പോകുന്ന ഒരാൾക്കോ? അതെനിക്ക് ഇതിൽ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് അറിയാൻ വേണ്ടി. എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനെയും ലൈക്ക് 2 പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഭൂരിഭാഗവും
എന്നോ ജീവിച്ചിരുന്ന മനുഷ്യരെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ. അപ്പോൾ എല്ലാം ലൈക്ക് എനിക്ക് കുറേ കാര്യങ്ങളിൽ കുറേ എലമെൻസിൽ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എല്ലാം ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ട്രാക്ക് കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഇതെല്ലാം പണ്ട് ഒരാൾ പറഞ്ഞ് ഒരു വാമൊഴിയായിട്ട് പ്രചരിച്ചൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ അത് പിന്നീട് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാർ അത് യൂസ്ഡ് ആയിട്ട് അങ്ങനെ വന്നതും ആവാം. ഓക്കെ. ഡിപ്പെൻസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങനെ ഭയങ്കര ഞാൻ ചോദിച്ചത് ഇത്ര മൈൻഡിനെ പറ്റി ഞാൻ ആക്ച്വലി എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ലെന ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചു. ഇപ്പൊ അനന്തുവിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ലെന ചേച്ചി. ലെന ചേച്ചിനെ പേഴ്സണലി പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇതുപോലുള്ള കുറെ ലെന ചേച്ചീനെ എനിക്ക് മറ്റേ പാട്ടൊക്കെ മറ്റേ പാട്ടിലെ മറന്നിട്ട് എന്തിനോ പാട്ടൊക്കെ കേട്ടിട്ട് ആ സമയം മുതലേ എനിക്കിങ്ങനെ ചേച്ചി വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് ആ പാട്ടിൽ ഇങ്ങനെ വരുന്ന ഒരു മെമ്മറി ഇല്ലേ. സെറ്റ് സാരി ഇട്ടിട്ട്. അപ്പം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അത് കാണുന്ന സമയത്ത് തൊട്ടേ ഞാൻ ചേച്ചീനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഓക്കെ ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നു. അപ്പോൾ എനിക്കറിയില്ല അന്നും ഈ ഇത്തരത്തിലുള്ള തോട്ട്സ് ആളിനുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു സാധനം എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഷീ സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു. അപ്പോൾ പിന്നീടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്കും എനിക്ക് ആൾക്കാരെ ഫോർവേഡ് ചെയ്യും. എനിക്ക് അപ്പം അല്ല അതെന്താണെന്നറിയോ, അത് ചേച്ചി പറയുന്ന കാര്യങ്ങൾ കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് അയച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അയക്കുന്നത്, ഇത് എന്താ തേങ്ങ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് അയക്കുന്നത്. പക്ഷെ ഞാനിതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിയാണല്ലോ, അതെ ചേച്ചി പറഞ്ഞ കാര്യം ഞാനങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ 100% എന്നല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ ചേച്ചി വേറെ ലെവലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ചിലതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ചിലത് വേറെ തന്നെ തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിന്റെ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ തേടി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ ചേച്ചിയായിട്ട് ഒരു ഫ്രണ്ട്ലി ഡിബേറ്റ് ഞാനിങ്ങനെ കാണുന്ന സമയത്തെ ഞാൻ ഇങ്ങനെ, അതായത് ചേച്ചി പറഞ്ഞ ഒന്ന് രണ്ട് എലമെന്റ്സിൽ എനിക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ അതെനിക്ക് ചോദിക്കണം. നെക്സ്റ്റ് ടൈം ലെന ചേച്ചി വരുന്നുണ്ട്, എനിക്ക് തീർച്ചയായും അനന്തപുരം ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ആ ക്ലാരിറ്റി വേണ്ട ക്വസ്റ്റ്യൻ ചോദിക്കണം. അതെ, പക്ഷെ അത് വിട്ട് കഴിഞ്ഞാൽ ചില എലമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര, ഞാനും ഒരു സമയത്ത് ചിന്തിച്ചിരുന്ന എന്റെ തോട്ട് പാറ്റേൺ പോകുന്ന അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ ലെന ചേച്ചിനെ മാജിക് മഷ്റൂം ഒക്കെ കഴിച്ചിട്ട് അതൊക്കെ പറയുന്നതിലോ അതിലോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ചേച്ചി വളരെ റാൻഡം ആയിട്ട് പറയുന്ന കുറെ ഇന്റർവ്യൂസിൽ, അതായത് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, അപ്പൊ അതില് ഞാൻ നോക്കുന്നത് ആക്ച്വലി ഭയങ്കര ഫിലോസഫിക്കലായിട്ട് പറഞ്ഞ് ആൾക്കാർ ഫിലോസഫിക്കലി ഏറ്റെടുത്ത കാര്യങ്ങളെക്കാട്ടിലും ചേച്ചി ഭയങ്കര സർട്ടിലായിട്ട് പറഞ്ഞു പോകുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതാണ് ഞാൻ കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത്. ഓക്കെ. ഈ മെന്റലിസം ഈ ജേർണിയിൽ ഒരുപാട് ആർട്ടിസ്റ്റിനെ അല്ലെ, ഒരുപാട് സെലിബ്രിറ്റീസിനെ അവരെയൊക്കെ മൈൻഡ് റീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഇതിൻ്റെ ഇടയിൽ അതിശയിപ്പിച്ച എന്തെങ്കിലും ഒരു വ്യക്തി ആർട്ടിസ്റ്റിൻ്റെ പറയുകയാണെ? റീസെന്റ് ദിലീപേട്ടനാണ് നമ്മൾ ചെയ്തത്. ദിലീപേട്ടനായിട്ട് ചെയ്ത സമയത്ത് ചേട്ടൻ്റെ ഒരു ഓർമ്മ, ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ എൻ്റെ അടുത്ത് പിന്നെയും ഇത് കഴിഞ്ഞിട്ടും അത് വിഷയമായിരുന്നു കേട്ടോ. അത് ഓക്കെ, ലൈവിലിരിക്കുന്ന സമയത്ത് ക്യാമറ ഉണ്ട് എന്നുള്ള ഇതിൽ നമ്മൾ എന്തായാലും ചിലപ്പോൾ നമ്മളെല്ലാവരും കോൺഷ്യസ് ആവും. പക്ഷെ ക്യാമറ വിട്ടിട്ട് ചേട്ടൻ ഇങ്ങനെ പിന്നെ അത് സൂപ്പറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു പേപ്പറിൽ ഒരു സംഭവം ഇതുപോലെ എഴുതി കൊടുത്താണ്. അപ്പൊ അത് ഭയങ്കര എനിക്ക് റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാണ്. അത് ഭയങ്കര രസമുള്ളൊരു മെമ്മറി ആയിരുന്നു. അതേപോലെ ടോവി ചേട്ടൻ്റെ അടുത്ത് ഒരു ഫ്രണ്ടിൻ്റെ ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു ഫ്രണ്ടിനെ ആലോചിക്കാൻ പറയുന്നു. എൻ്റെ ആ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേറ്റ്. അപ്പോൾ ഈ ആ ഒരു ഷോന്റെ ഇടയിൽ കണ്ട സംഭവമാണ്. ആക്ച്വലി നമുക്കിങ്ങനെ ഗസ് ചെയ്യുന്നതാണല്ലോ അല്ലേ ഇത്? ഷോയ്ക്കുവാ ഇതെല്ലാം പറഞ്ഞ സ്പോയിലർ ആയിപ്പോ. സ്പോയിലർ ഷോന് അല്ല, ഇതാണ് നമ്മളൊക്കെ ഞാനിത് നോർമലി ഔട്ടായിട്ട് നമ്മളെല്ലാവരും കണ്ട ഒരു സംഭവം ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ വളരെ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാളുടെ മൈൻഡിൽ ചിന്തിച്ച ഡേറ്റ്. ഇപ്പൊ പേരിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ശ്യാം എന്നുള്ളത് ശ്യാം എന്നായിപ്പോയി. ബട്ട് സ്റ്റിൽ മാറിപ്പോയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇതാണല്ലോ. പക്ഷെ ബട്ട് സ്റ്റിൽ എന്നാൽ പോലും ആ കൃത്യമായിട്ട് ഇത് പാളിപ്പോകുമോ എന്നൊരു പേടി പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ശ്യാമിന്റെ SH അത്രയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അതിൽ നിന്നും എല്ലാം വേറെ എന്തൊക്കെയോ വന്നിട്ട് അത് ഇപ്പൊ ഞാൻ മൈൻഡിൽ ഒരു നെയിം വിചാരിക്കുകയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോയ്ക്ക് വന്നാൽ ഞാൻ എല്ലാ നെയിമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലർ ആകാതിരിക്കാൻ വേണ്ടി നെയിം മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ കണ്ണ് ശ്രദ്ധിക്കായിരുന്നു. എല്ലാവരും ഐ കോണ്ടാക്ട് തരില്ല, പക്ഷെ നിമിഷം ഐ കോണ്ടാക്ട് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കം തൊട്ട് ഞാൻ അതാ നോട്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ഭയങ്കര ഒരു വലിയ ക്വാളിറ്റിയാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഞാൻ കള്ളിയല്ല, കള്ളന്മാരാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് പറയും. എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല.
പറയൂ, ഇപ്പൊ ഞാൻ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ? സങ്കടത്തിലാണ്. എന്നാ അനന്തു അത് guess മൊമെന്റില് ഈ മൊമെന്റിൽ ഞാൻ പ്രസന്റ് മൊമെന്റ് ഹാപ്പിയാണ്, അല്ലാതെ സങ്കടത്തിലാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഹാൻഡ് ഷേക്കിലും വരുന്ന സമയത്ത് ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ ചേരും. എന്താ കേട്ടില്ലേ? പറ. ഞാനൊരു നെയിം ഗസ് ചെയ്ത് അത് ഷോയ്ക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഞാനിത് ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ. ആണോ? അല്ല ഇപ്പം ശരിക്കും ഇപ്പൊ ഞാൻ മൈൻഡിൽ വിചാരിക്കുന്ന നെയിം അനന്തോന് അറിയുന്നുണ്ട് അല്ലേ? ഇത് പറയണ്ട, ബട്ട് യു നോ, അറിയാൻ പറ്റുമോ? അത് നോക്കുകയാണ്, ഈ കണ്ണെടുക്കാതെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഈ മൊമെന്റിൽ എനിക്കൊന്നും അറിയാൻ പറ്റുന്നൊന്നുമില്ല, ടു ബി ഓണസ്റ്റ്. എനിക്ക് പറ്റുന്നൊന്നുമില്ല. അത് ഞാൻ അത് പറഞ്ഞല്ല അതിന്റെ രീതിയിൽ. ശരിക്കും ഷോയില് ഇത് കണ്ടോ, ഇപ്പൊ അനന്തോടെ ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഷോയില് വന്ന് ഞാൻ ഗസ് ചെയ്യാം എന്ന് പറയുന്നു. ഇത് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെ സ്പോട്ടിൽ വന്നിട്ട് ഇതുപോലെ ചോദിക്കുന്നുണ്ട് കുറെ പേര്. അപ്പൊ ഞാനതാ പറയുന്നത്, ഇത് ഈ പേര് കണ്ടുപിടിക്കും, ഇതൊക്കെ നമ്മൾ മറ്റേ ഇതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത് വിട്ട സാധനങ്ങളല്ലേ. അപ്പം ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇമോഷണൽ ആ ഒരു റൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇപ്പം മെന്റലിസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ, ആരുടെ നിന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരും. ഞാൻ പേഴ്സണലി പറയുന്നത് ഫൈൻ, യു മസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് റൈറ്റ്. അതാണ് ഞാൻ ആക്ച്വലി സീക്രട്ട് ലെറ്ററിലോട്ട് വരുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പോലീസൊക്കെ ഉണ്ടാവത്തില്ലേ, അവരെന്ന് വെച്ചാൽ വേറെ ആളുടെ മൈൻഡ് റീഡിങ് ഇതുപോലെ ചെയ്യുന്നതാണ്, കള്ളന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കള്ളനാണോ പറയുന്ന കള്ളമാണോ എന്നൊക്കെ. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോർമൽ ഒരു വ്യക്തിനെ റീഡ് ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആണോ? ഇസ് ഇറ്റ് ഡിഫിക്കൽട്ട്? എല്ലാ മനുഷ്യരും സെയിം ആണ്. ഞാൻ എന്താന്ന് വെച്ചാൽ, ഞാൻ റീസെന്റ് പണ്ട് നമ്മൾ മറ്റേ സ്ട്രീറ്റിലൊക്കെ ഇപ്പൊ ചെയ്യുന്നില്ല, അങ്ങനെ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 4-5 വർഷം മുമ്പ്, അപ്പോൾ പോലീസ് ഓഫീസർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഞങ്ങൾ ഒരുപാട് ഗവൺമെന്റ് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന് വേണ്ടി. അപ്പം അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്തു. അപ്പം അത് ആക്ച്വലി അതിലൊരു വളരെ നല്ല രീതിയിൽ കലയെ ആസ്വദിക്കുന്ന, വളരെ കലാഹൃദയമുള്ള ഒരു കാക്കിക്കുള്ളിൽ കലാഹൃദയമുള്ള ഒരു പോലീസുകാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പോലീസുകാരനാണ് അങ്ങനെയൊന്നും അല്ല അദ്ദേഹം നിന്ന്. അദ്ദേഹം വളരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇത് ആസ്വദിക്കാൻ നിൽക്കുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ. ഈ പ്രേതം ഫിലിമിലൊക്കെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി മെന്റലിസ്റ്റിനെ യൂസ് ചെയ്യുന്നത് പോലെ ഈ ഒറിജിനൽ നമ്മുടെ റിയാലിറ്റിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കേസിന്റെ പാർട്ടായിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇത് നമുക്ക് ലീഗലി പറ്റത്തില്ലെങ്കിൽ പോലും അനന്തയുടെ ഹെൽപ്പ് വേണം. ആ രഹസ്യവും എന്നോടൊപ്പം ദൃശ്യം 4 വരുമ്പോ അതിന്റെ കൂടെ റിവീൽ ചെയ്യും. അത് ഞാൻ എപ്പോഴും പറയുന്നത്, അതെന്ന് വെച്ചാൽ മെന്റലിസ്റ്റിനൊന്നും പറ്റില്ല. ഇപ്പൊ ക്രിമിനൽ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. ഓക്കെ. ഒന്നും അധികം പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ മൂവിക്കൊക്കെ ഈ പ്രൊമോഷനൊക്കെ പോകുന്ന സമയത്ത് സ്പോയിലറാണ്, അത് പറയാൻ പറ്റും. കഥാപാത്രത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല, അത് വരുമാനമാർഗമാണ് അല്ലേ? ഞാൻ അങ്ങനെ എനിക്കതൊന്നും. പക്ഷെ ഇത് പാഷൻ കൂടിയല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിതൊരു ക്ലിയർ കട്ട് ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കോടികളുടെ സമ്പത്തൊക്കെ എനിക്ക് ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഷോ ആക്ച്വലി നിലവിൽ ഇന്ത്യയിലെ അത്യാവശ്യം ഒരു വലിയൊരു ഹൈ കോസ്റ്റ് ആണ് ഞങ്ങൾ. അപ്പോൾ അതിപ്പോൾ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും ഓക്കെ അത് ഭയങ്കര പറഞ്ഞ അത്രയൊക്കെ ചാർജ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു മണി മോട്ടീവ് ആയിക്കൂടെ. അത് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അത്രയും ചാർജ് ചെയ്യുന്ന ഒരു ഇന്ത്യയിലൊരു ടോപ്പ് ലൈക്ക് ചാർജിങ് ഒരു ഷോ എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൗണ്ടും കുറയില്ലേ. നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ചെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു വാസ്റ്റ് സ്കെയിലൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അത് വേണ്ടാന്ന് വെക്കുന്നത് അതൊരു ബിഗ് നോ, വേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ ആക്ച്വലി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആക്ച്വലി ആരൊക്കെ ടാക്സ് അതൊക്കെ ചെയ്യുന്ന ചേട്ടന്മാർക്കൊക്കെ അവർ ലൈക്ക് ഫിനാൻഷ്യൽ ഗൈഡൊക്കെ തരുന്ന ചേട്ടന്മാർക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഫൂളിഷ്നെസ് അല്ലേ ചെയ്യുന്നത്, ബൾക്ക് നമ്പർ ഓഫ് ഷോസ് എടുത്തു കഴിഞ്ഞാൽ അനന്തൂന് ഈ പറഞ്ഞ 1 വർഷം കൊണ്ട് ഇത്ര ക്രോർസ് അവരിങ്ങനെ കാൽക്കുലേറ്റ്. അപ്പം നമുക്കതല്ല, പേഴ്സണലി അതല്ല, ഈ പറഞ്ഞുള്ള ക്വാളിറ്റി അബോവ് ക്വാണ്ടിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഓൾസോ കാണാനുണ്ട്. എനിക്കറിയാം ഷോസിൽ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാ സെലിബ്രിറ്റീസും കണ്ണുകളൊക്കെ നിറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നത് സീക്രട്ട് ലെറ്റർ ആ ഷോ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക എന്നുള്ളത്. അത് ഷോ തുടങ്ങിയ സമയത്തെ നമ്മളത് അങ്ങനെയായിരുന്നു ഡിസിഷൻ. ഒരുപാട് ഷോ ചെയ്യരുത്, കുറച്ച് ഷോയെ ചെയ്യാവൂ, പക്ഷെ അതെല്ലാവരും എന്നും ഓർത്തിരിക്കണം.
ഇത് തന്നെയായിരുന്നു ഇന്റൻഷൻ. ആക്ച്വലി എത്ര ഷോസ് ചെയ്തിട്ടുണ്ടാവും? സീക്രട്ട് ലെറ്റർ കേരളത്തിൽ 3-4 ഷോ ചെയ്തിട്ടുള്ളൂ Okay, കേരളത്തിൽ. അത് എവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചിട്ടായിരുന്നു? കേരളത്തിൽ ട്രിവാൻഡ്രം, കൊല്ലം ഇവിടെ രണ്ടിടത്ത് ഇനി വരാൻ പോകുന്നതാണ് ബാക്കി ടൂർ വരുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തത് ലണ്ടനിൽ ചെയ്തു. ഈ വർഷം ഇപ്പോൾ സീക്രട്ട് ലെറ്റർ കഴിഞ്ഞത് ലണ്ടൻ, ലെസ്റ്റർ, മാഞ്ചസ്റ്റർ UK ടൂർ ഉണ്ടായിരുന്നു. Okay. അത് കണ്ടിരുന്നു ആ വീഡിയോ. അതിൽ 1-2 ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾക്ക് ഒരുപാട് പേർക്ക് അനന്തുയുടെ ഷോ, എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അനന്തു എന്ന് പറയുമ്പോൾ ഭയങ്കര ഡൈ ഹാർട്ട് ഫാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എപ്പോഴാണ് നമ്മൾക്കിതൊക്കെ എങ്ങനെ കാണാൻ പറ്റും, എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പം നോർമലി കുറേ പേർക്ക് അറിയത്തില്ല. ആക്ച്വലി നമുക്ക് എവിടെ ബുക്ക് ചെയ്യാൻ പറ്റും ഷോ? ഈ 2 മാസം, ഈ ജൂലൈ, ഓഗസ്റ്റിലും പിന്നെ സെപ്റ്റംബർ കുറച്ച് നാളും ഫസ്റ്റ് വീക്ക് മാത്രമേ ഞങ്ങൾ കേരളത്തിലുള്ളൂ. അപ്പം ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ ഒരു 3-4 വെന്യൂസിലായിട്ട് ഷോ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ. അപ്പോൾ അത് ബുക്ക് മൈ ഷോയിലായിരിക്കും ടിക്കറ്റ്സ് എടുക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഔട്ടാകുമ്പോൾ ചിലപ്പോൾ ബുക്ക് മൈ ഷോയിൽ അത് ഓപ്പൺ ആയിരിക്കും. അതും പക്ഷേ ഒരുപാട് ഷോസ് ചെയ്യുന്നില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോസേ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി അത് ടിക്കറ്റ്സ് ഇച്ചിരി എൻഗേജ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ സോൾഡ് ഔട്ട് ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് സോൾഡ് ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, ടിക്കറ്റ്സ് കിട്ടും. ഇങ്ങനെ മാജിക്, ഷാഡോഗ്രാഫി, അതിൽ നിന്ന് ഈ മെന്റലിസം എന്നുള്ള പെർട്ടിക്കുലർ പോയിന്റിലോട്ട് തിരിയാനുണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ എന്താ? ആദ്യം മുതലേ മെന്റലിസം അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ടുള്ള അറിയാനുള്ള ആഗ്രഹമൊക്കെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ മാജിക്കിൽ നിന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. കാര്യം ഞാനിത് പഠിക്കുന്ന സമയത്ത് ഇത് മെന്റലിസം ഒന്നും നേരത്തെ പറഞ്ഞ പോലെ വൈഡ്ലി ഒന്നും പോപ്പുലർ അല്ല. അന്ന് ഈ പറഞ്ഞ പോലെ 2009-2010 സമയം നമുക്ക് മൊബൈലും, എനിക്ക് 2009-10 എനിക്ക് 10 വയസ്സ്. അപ്പം 5ാം ക്ലാസ്സിൽ 2010 എനിക്കിപ്പോ കൂട്ടി വരുമ്പോഴേക്കും സമയം എടുക്കും പറഞ്ഞു. ഞാനത് ചോദിക്കരുത്, ഇല്ല ഞാൻ അമ്മച്ചിന്ന് വിളിക്കും. വിളിക്കരുത്, അങ്ങനൊന്നും ചെയ്യരുത്. വേറെ എന്തൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പം അതാണ്. അപ്പം ഞാൻ രാവിലെ പറഞ്ഞല്ലേ അതിന് താഴെ 40 അതല്ല 30 പറ. അപ്പം ഷോയ്ക്ക് എന്തായാലും വരും. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെലിബ്രിറ്റിയുടെ മൈൻഡ് വായിക്കണം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വായിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം മരിച്ചുപോയി, ഗിരീഷ് പുത്തഞ്ചേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഞാൻ ഷോയിൽ പറയുന്ന ഒരു കാര്യമാണ്, സംഗീതം കൊണ്ട് വിദ്യാസാഗർ, വാക്കുകൾ കൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയും, പറഞ്ഞു തീർക്കാത്ത ഒരുപാട് വിസ്മയങ്ങൾ ഇനിയുണ്ട് എന്നുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി ആർട്ടിസ്റ്റ് അല്ല, ഇപ്പം ഒരു ഫിലിമിൽ ആക്ട് ചെയ്യുന്ന ഒരു ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ ആരുടെയെങ്കിലും? അങ്ങനെ ഇല്ല. അങ്ങനെ ഇപ്പം പണ്ടൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇപ്പം എല്ലാവരും അവൈലബിൾ ആണ്, എല്ലാവരും ഓൾമോസ്റ്റ് ചെയ്തിരുന്നു അല്ലേ? ഇപ്പം ആരെയാണെങ്കിലും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പം തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. ഇപ്പം മുതുകാൽ സാർക്ക് വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജിൽ വന്ന് ഹഗ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അദ്ദേഹത്തെ പോലെ ഒരു കേരളത്തിലെ മാജിക്കിന് ഒരു ഭയങ്കര ഒരു ഫേസ് കൊടുത്ത, കേരളത്തിലെ മാജിക് എന്ന് പറയുമ്പോഴത്തേക്കും മുതുകാൽ സാമ്രാജ്യം എന്നുള്ളൊരു അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു സാമ്രാജ് സാറും പറഞ്ഞു, രണ്ടുപേരുടെയും അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു അത്രയും വലിയൊരു വാക്കുകൾ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. അതും നമ്മൾ ഇനിഷ്യലി ഫസ്റ്റ് ഷോ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതാണത്. ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഈ ഗുരു എന്ന് പറയുന്നത് ആരാണ്? സജി വിജയൻ, വൂഡു സ്കൂൾ ഓഫ് മെന്റലിസം. ഇത് ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ എവിടെ നിന്നാണ് മെന്റലിസം പഠിച്ചത്. ഞാൻ മനു പൂജപ്പുര എന്ന് പറയുന്ന മജീഷ്യൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അദ്ദേഹമാണ് എനിക്ക് മാജിക്കിന്റെ ബാലപാഠങ്ങൾ ആദ്യം പഠിപ്പിച്ചിരുന്നത്. പിന്നീട് മുതുകാട് സാറിന്റെ അക്കാഡമി പോയി, അവിടെ ചന്ദ്രസേനൻ സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മുതുകാട് സാറ്, അങ്ങനെ ഒരുപാട് പേര്. ഏറ്റവും വലിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? പോസിറ്റീവ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുനാളിലെ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്, ഇൻ ദ സെൻസ് ഓഫ് അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം വെച്ചിട്ട്. ഇതേ സെയിം സാധനം തന്നെ ബാക്ക് ഫയർ ചെയ്യാം. അതായത് ആരെങ്കിലും നമ്മളടുത്ത് വന്നിട്ട് കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ വരുന്നത്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സങ്കടത്തോടെ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചാണ്. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് കള്ളം പറയുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരിക്കാം. അപ്പോൾ ഞാനതിനെ എക്സ്പ്രസ് ചെയ്യില്ല. ഞാനത് നീ പറയുന്ന കള്ളമാണ്, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് നിൽക്കില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പോയി. അപ്പോൾ ലാലേട്ടൻ മറ്റേ മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ, വളരെ വേദനയോടെ ഒരു നിമിഷത്തിൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗംഗ. അയ്യോ, എന്നെ നീ അങ്ങനെ വിളിച്ചോ? വിളിക്കില്ലേ? അല്ല, ഞാൻ ആ ഡയലോഗ് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞതാ. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നാഗവല്ലി പോലെ ഉണ്ടോ? ആണോ? അത് തോട്ട്സ് അങ്ങനെ
എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ നെയിം സേവ് ചെയ്ത് വെച്ചേക്കുന്നത് നാഗവല്ലി എന്നാണ്. എൻ്റെ കണ്ണ് ഇങ്ങനെ വരുന്നത് മാറ്റാൻ പറഞ്ഞു കേൾക്കുന്നില്ല. നല്ലതല്ലേ? നല്ല നാഗവല്ലി എന്ന് പറയുന്ന അത്രയും നല്ല സെൻസിൽ എടുത്ത് നോക്കി, അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ, എന്ത് ഭയങ്കര രസമുള്ള സെൻസിൽ ആലോചിച്ച് നോക്കി. വട്ടോ? ആരാ പറഞ്ഞത്? വട്ടൊന്നുമല്ല, മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ല? കണ്ടു. അതിനങ്ങനെ വട്ടം എന്നൊന്നും പറയില്ല, അത് വേറെ ലീഗ് സാധനം. അത് നാഗവല്ലി വട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടകുവാ, ഞാൻ നാഗവല്ലി ഫാൻസിന്റെ മറ്റേ സാധനം, ഞാൻ ഇളകും. നാഗവല്ലിക്ക് വട്ടില്ല, നാഗവല്ലി നോർമൽ ആണല്ലേ? നാഗവല്ലി വട്ടത്തിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വട്ടുണ്ടെന്ന് തോന്നും. നാഗവല്ലി വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ ആലോചിച്ച് നോക്കിയേ. നാഗവല്ലി എന്ത് എപ്പിക് ക്യാരക്ടറാണ്, ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് നാഗവല്ലി എന്ന് വിളിച്ചു എന്നോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര സ്പെഷ്യൽ പേരല്ലേ? എല്ലാരും നമുക്ക് ചെന്ന് നാഗവല്ലി എന്ന് വിളിക്കാൻ പറ്റുമോ? മനസ്സിലായി. കോംപ്ലിമെന്റ് ആണല്ലേ? ശരി, ഇപ്പൊ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കള്ളം പറയുന്നത്, ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വന്ന് കള്ളം പറയുമ്പോഴത്തേക്കും വളരെ വേദനയോടെ ഞാൻ മനസ്സിലാക്കും ഈ നിൽക്കുന്ന ആൾ എന്നോട് കള്ളം പറയുന്നതാണ്. ചിലപ്പോൾ അത് അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കും, പക്ഷെ അത് ആലോചിച്ച് നോക്കി, എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഞാനത് ഇങ്ങനെ ഓക്കെ. എന്നിട്ട് ഞാൻ പിന്നെ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം എന്നോട് അത് കള്ളത്തരമായിട്ട് പറയണം എന്ന് ഇൻറ്റൻഷനിലൂടെ അല്ലേ വന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ പിന്നെ അതിന് വെറുതെ ഒപ്പോസ് ചെയ്തിട്ട് കാര്യമില്ല. പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ദാറ്റ്സ് ഫൈൻ. നമ്മൾ ചുമ്മാ അതിൽ സ്റ്റാർ ആവുന്ന കഴിഞ്ഞാൽ കാര്യമില്ല. അനന്തു സിംഗിൾ ആണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടല്ല ചോദിച്ചേ. ഇപ്പൊ ഒരു അഫയർ ഉണ്ടെന്ന് കരുതുക, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ കുട്ടിക്ക്, കള്ളം പറഞ്ഞ അപ്പം പിടിക്കത്തില്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾക്ക് മൊത്തത്തിൽ പ്രശ്നം? ഇതൊന്നും ചോദിക്കല്ലേ, ഇത് മറ്റേ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ പണ്ടോട്ടേ വരുന്നത്, ഇവന് പെണ്ണ് കിട്ടത്തില്ലെന്നോ, ഇവന് കിട്ടും കേട്ടോ. ആ കൊച്ചിനെ പഠിപ്പിച്ചാൽ മതി, അപ്പൊ രണ്ടുപേരും കള്ളം പറയാതെ ഈ നമ്മുടെ രാമനെ സീതനെയൊക്കെ പോലെ ജീവിച്ചാ പോരെ. അല്ല, ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പം മറ്റൊരാളുടെ മനസ്സ് എന്താ ചെറിയ ഏതെങ്കിലും പറയുമല്ലോ അല്ലേ? പറയത്തില്ല, അപ്പൊ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാവത്തില്ലേ? ഇല്ല, ആവത്തില്ല, കുഴപ്പമില്ല. അങ്ങനെ തന്നെ മെന്റലിസ്റ്റ് അറിയുന്ന ഒരു കുട്ടീനെ കേട്ടെ. മെന്റലിസ്റ്റ് അറിയുന്ന കുട്ടീനെയോ? എന്നാ പിന്നെ അനന്തു പറയുന്ന കള്ളവും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ? കുത്തി പറയുന്ന പോലെയൊക്കെ അങ്ങനെ ലെറ്റ് ഇറ്റ് ബി ആവട്ടെ. പിന്നെ ഈ മെന്റലിസത്തിൽ എനിക്ക് ആക്ച്വലി കുറേ പേര് അനന്തു ആണ് ഗസ്റ്റ് എന്ന് പറയുമ്പം അവരുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് ചോദിക്കണം എന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാനൊരു Q&A ഇട്ട സമയത്ത്. അതേപോലെ എൻ്റെ ഈ പർട്ടിക്കുലർ ഫ്രണ്ട് ഇത് ചോദിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി തന്നു. മെന്റലിസത്തിന്റെ എത്തിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? മെന്റലിസത്തിലുള്ള ഒരു എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാലോ, വൺ വേർഡ് ആൻസർ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിൽ. ഞാൻ ഫോളോ ചെയ്യുന്ന എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ never ever claim any kind of supernatural sixth sense kind of foolishness. അതൊന്നും ക്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് പ്യുവർലി ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രമായിട്ട് കാണണം അല്ലേ? എക്സാക്ട്ലി. ഈ മെന്റലിസം സ്ട്രീറ്റ് മാജിക്കിന്റെ ഒരു വേറൊരു വേർഷൻ തന്നെയാണ് ഇത് കാണിക്കുന്നത്. സ്ട്രീറ്റ് മാജിക് എന്നൊരു മാജിക്കിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്. ഓക്കെ, സ്ട്രീറ്റ് മാജിക് വേറെയാണ്. സ്ട്രീറ്റ് മാജിക് മാജിക്കിന്റെ ഒരു ഫാക്ടറാണ് സ്ട്രീറ്റ് മാജിക്, ഇല്യൂഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് മെന്റലിസം. അങ്ങനെ കണ്ടാൽ മതി. ഇന്ന് വരുന്ന ടൈമിൽ ഞാൻ അനന്തോടെ അടുത്ത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യം പറഞ്ഞു. ഭയങ്കര വിഷമത്തിലാണ്, എനിക്ക് പർട്ടിക്കുലർ വ്യക്തി പിണങ്ങിയപ്പോൾ ഭയങ്കര വിഷമമായി. എടാ സെറ്റാകോ? എനിക്ക് പറഞ്ഞിട്ടുണ്ട് എടാ സെറ്റാകത്തില്ല, നീ പെട്ടെന്ന് പറ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾക്ക് എൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, പക്ഷെ ഞാനൊരു ചിരിച്ചുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ സമീപിക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയാണ് എന്നെ നാഗവല്ലി എന്ന് വിളിച്ചത്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം നമ്മൾക്ക് ഈ സംസാരം ഒരു ഫോണിൽ കൂടെ നമുക്ക് എന്തും സംസാരിക്കാം ഒരാളോട് സംസാരിക്കുമ്പം. അപ്പം ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്കേ അറിയത്തുള്ളൂ നമ്മുടെ ആ ശരീരഭാഷ അല്ലെങ്കിൽ നമ്മുടെ ആ വോയിസ് ടോണിന്റെ ഉള്ളിലുള്ള വിഷമം. അപ്പം നോർമലി ഉള്ളിലുള്ള ഇമോഷൻ തന്നെ ആയിരിക്കത്തില്ല പുറത്ത് കാണിക്കുന്നത്. പക്ഷെ ഒരു മെന്റലിസ്റ്റ് ആണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഇത് ഉപയോഗം ചെയ്യുമോ എന്നുള്ളൊരു പേടി ഒരു മെന്റലി ഡൗൺ ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. ഇതാണ് പലപ്പോഴും ഈ മെന്റലിസം എന്ന് പറയുമ്പോഴും ഇത് നിന്നെ വായിക്കാന്ന് പറയുമ്പോൾ ആൾക്കാർ ബാക്കിലോട്ട് പോകുന്നു, അയ്യോ വേണ്ട. ആസ് എ മൈൻഡ് റീഡർ അനന്തുവിന് ഇതിന്റെ എത്തിക്സിനെ കുറിച്ച് വാട്ട് ഈസ് ഡൂസ് ആൻഡ് ഡോൺസ് സൊസൈറ്റിനോട് എന്താ പറയാനുള്ളത്? മൈൻഡ് റീഡർ എന്നുള്ള ഒരു ടാഗ് ലൈനിലേയും കാട്ടിലും നമ്മളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചില ആൾക്കാർ ഞാൻ ഈ മോട്ടിവേഷൻ റിലേറ്റഡ് പോസ്റ്റുകളൊക്കെ മുമ്പ് എനിക്കറിയാം, മോട്ടിവേഷനൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കൈൻഡ് ഓഫ് സാധനം. മോട്ടിവേഷൻ ഈ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. നമുക്ക് ഒരു ലൈഫിലൊരു സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അതിനൊരു ലാക്ക് ഓഫ്
മോട്ടിവേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്തും ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യും. അൾട്ടിമേറ്റ് എന്താ? ട്രസ്റ്റാണ്, നമ്മളോടുള്ള വിശ്വാസമാണ്. എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അയാളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരാളുടെ അടുത്തും പറയാൻ പറ്റാത്ത കഥകൾ എന്നോട് പറയുന്നുണ്ടെങ്കിൽ അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിലുള്ള ട്രസ്റ്റാണ്. അത് ബ്രേക്ക് ആവാതിരിക്കുക എന്നുള്ളത് എൻ്റെ പീക്ക് റെസ്പോൺസിബിലിറ്റിയാണ്, വെറും റെസ്പോൺസിബിലിറ്റി അല്ല അത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓരോ ആൾക്കാർക്കും ഇന്നർ സെൽഫ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഫോഴ്സ്ഫുള്ളി ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എല്ലാവരിലും ഉണ്ടാവേണ്ടത് സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്കാണ് ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ വന്ന് അവരെ കാണുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷനിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുക, പോവുക. മെൻ്റലിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഹിപ്നോട്ടിസ്റ്റോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഈ കൈൻഡ് ഓഫ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. ഈ പണി എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ സ്പെഷ്യൽ. ആ സ്പെഷ്യാലിറ്റി എന്നും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി ജെന്യുവൻ. അത്രേ ഉള്ളൂ. എക്സാക്ട്ലി. എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഞാൻ ഷോയിൽ തീർച്ചയായും വരും. അനന്തയുടെ ഷോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എവിടെയാ അനന്തയുടെ ഷോ ബുക്ക് ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി. സോ ബുക്ക് മൈ ഷോയിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം കേരള ടൂർ ഇപ്പോൾ ഒരു മൺസൂൺ ടെയിൽസ് ഒരു ഷോ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് അങ്ങനെ. അപ്പോൾ അത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ്സ് ഓപ്പൺ ആണ്. ഇപ്പം ജൂലൈ 2026 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലായിട്ട്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ UK ആണ്. അപ്പം ഈ ഒരു പീരീഡിൽ കേരളത്തിലാണ്. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ച് ടൈമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു ത്രൂ ഔട്ട്. അനന്തനെ പോലെ നല്ല ഫ്രണ്ടിനെ കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾക്ക് ഇതുപോലെ നല്ല മെന്റലിസ്റ്റ് ഒരുപാട് വേണ്ട, അനന്ത് തന്നെ നല്ല രീതിയിൽ വളരട്ടെ. ഞാനും ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ മെയിൻറ്റെയിനിങ് ദ ഷാർപ്പ് ഐ കോണ്ടാക്ട്. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നിമിഷയിലുള്ള ആ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റിയാണത്. അതെന്നും മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നു നിമിഷയുടെ കണ്ണിൽ എല്ലാവരും ചിലപ്പോൾ നോക്കി സംസാരിക്കില്ല എന്നതിലേക്ക് അത് നിമിഷം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഓറയാണ്. അതൊന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.